മാരകായുധങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ യഥാർത്ഥ ഇസ്ലാമിക രാജ്യം ഇറാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, അത് UK ആയിരിക്കുമെന്നാണ് JD വാൻസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരിക്കുന്നയാളാണ് JD വാൻസ്. UK-യിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പിന്തുണയോടെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നുവരുന്ന തീവ്ര ഇസ്ലാം ജനവിഭാഗം ഉണ്ടാക്കുന്ന അരാജകത്വം ആശങ്കയായി മാറുന്ന സാഹചര്യത്തിലാണ് JD വാൻസിന്റെ ഈ അഭിപ്രായ പ്രകടനം. സിറിയ പോലുള്ള ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തിയ ഇസ്ലാം ജനവിഭാഗം ആ രാജ്യങ്ങളിലെ ജനാധിപത്യ സ്വാതന്ത്ര്യവും മനുഷ്യത്വവും ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലെല്ലാം സ്ഥിരതാമസമാക്കുകയും അവിടുത്തെ ഭരണ സംവിധാനത്തിൽ കയറിപ്പറ്റി ശരിയാ നിയമം അവിടുത്തെ ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്ന് വാദിക്കുന്ന ഒരു വലിയ ഇസ്ലാമിക സമൂഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ എന്ന UK-യിലെ സംഘടന വാൻസിന്റെ ഈ പ്രസ്താവനകളെ ഭിന്നിപ്പിക്കുന്നതും അപകടകരവുമാണെന്ന് അപലപിച്ചു. രാഷ്ട്രീയ ചർച്ചകളിൽ ഇസ്ലാമോഫോബിക് ഉയരുന്നു എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. JD വാൻസിന്റെ ഈ പ്രസ്താവന വരുന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ US-UK ബന്ധത്തിന് നയതന്ത്രപരമായി വിള്ളലുണ്ടാകാം എന്ന് വേണം കരുതേണ്ടത്. അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിന് പേരുകേട്ട JD വാൻസ് ജോ ബൈഡന്റെ ഉക്രൈൻ വിഷയങ്ങളിലെ US നയങ്ങളുടെ കടുത്ത വിമർശകനുമാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിന്റെ ഒപ്പം നിലകൊള്ളുന്ന ട്രംപിന്റെ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുന്നയാളുമാണ് JD വാൻസ്. എന്നാൽ തുടക്കകാലത്ത് ട്രംപിന്റെ ശക്തനായ വിമർശകനായിരുന്നു ഇദ്ദേഹം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കൗതുകം. ഇദ്ദേഹം ട്രംപിനെ അമേരിക്കയുടെ ഹിറ്റ്ലർ എന്നാണ് ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. പിന്നീട് അമേരിക്കയുടെ വിജയത്തിനും എന്തിന് നിലനിൽപ്പിന് പോലും ട്രംപിന്റെ നയങ്ങളാണ് ശരിയെന്ന് തോന്നിയ വാൻസ് മുൻ പ്രസിഡന്റിന്റെ ശക്തമായ പിന്തുണക്കാരനായി മാറി. കഴിഞ്ഞ ദിവസമുണ്ടായ വധശ്രമത്തെ അതിജീവിച്ചതിനു ശേഷം ട്രംപ് വീണ്ടും ഇലക്ഷനിൽ അതിശക്തമായി പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ട്.